അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട ഇസ്ലാമിലെ രണ്ടാമത്തെ ഖലീഫയായ ഉമർ റളിയല്ലാഹു അൻഹു ഒരു കൂട്ടം സൈന്യത്തെ തൻ്റെ ആളിലത്തെ അവധിയിൽ നഹാവന്ത് ചെല്ലെ പക്കത്തിലേക്ക് കടത്തിയിട്ട്, നഹാവന്ത് എന്നെങ്കിൽ അത് അറേബ്യൻ പ്രദേശമല്ല, അനറബി പ്രദേശമായിരിക്കും. എത്രമാ ആയിരക്കണക്കിൽ ദൂരത്തുള്ളതായ മദീനത്തിൽ നിന്ന് എത്രമാ ദൂരത്തുള്ള ഒരു പ്രദേശമായിരിക്കും. അങ്ങനെ അവർ മുസ്ലിം സൈന്യത്തെ അവിടെ യുദ്ധാക്കവും കടത്തിയാൽ മുസ്ലിം സൈന്യത്തെ നേതൃത്വ ബഹുമാനപ്പെട്ട സാരിയത്ത് റളിയല്ലാഹു അൻഹു വഹിച്ചിട്ടുണ്ട്. അങ്ങനെ സാരിയ റളിയല്ലാഹു അൻഹു നേതൃത്വത്തിൽ നഹാവന്തി ചില പക്കത്തിലേക്ക് ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ മുസ്ലിം സൈന്യ പോയിട്ട് കുറേ നാൾ കഴിഞ്ഞാൽ ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു മദീനത്തെ പള്ളിയിൽ ഖുതുബ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ സഡൻലായിട്ട് ഉമർ റളിയല്ലാഹു അൻഹു ഖുതുബത്തെ ശൈലി ചേഞ്ച് ആക്കിയിട്ട് ചെന്ത് യാ സാരിയത്തു അൽ ജബൽ, യാ സാരിയത്തു അൽ ജബൽ ചെന്നിട്ട് 3 വട്ടം ചെന്ത് സാരിയ റളിയല്ലാഹുവിനെ വിളിച്ചിട്ടുണ്ട്. വാസ്തവത്തിൽ സാരിയ റളിയല്ലാഹു അൻഹു യുദ്ധത്തിൽ പോയിട്ട് ഉമർ റളിയല്ലാഹുവിനെ കടത്തിരെ, എന്നിട്ട് ഇപ്പോൾ സാരിയുടെ വിളിച്ചിട്ടുള്ളേ. ഇത് കേട്ട് മനുഷ്യന്മാർ ഖുതുബ കേട്ടിട്ടുള്ള മനുഷ്യന്മാർ എന്തായാലും കൺഫ്യൂസ് ആയാൽ ഇതെന്താ പോവും ഇങ്ങനെയായിട്ട്. അങ്ങനെ ഖുതുബല്ല കഴിഞ്ഞിട്ട് ജുമാ കഴിഞ്ഞപ്പോൾ മനുഷ്യന്മാരുടെ ഇടയിൽ ഇങ്ങനെ ഇത് ഗുസു ചർച്ചയായിട്ട് ആ കൂട്ടത്തിൽ ചില ആൾമാർ ചെന്നാർ ഇന്നഹു കത് ജുന്ന ചെന്നാർ. ഉമർ റളിയല്ലാഹു അൻഹു എന്തോ ഒരു മാനസിക സ്ഥിമിത്ത കളഞ്ഞതുപോലെ ഉണ്ട്. മാനസികമായിട്ട് എന്തുള്ള പിരാന്തായിത്തമാത്ത് അയാളെ കടത്തിട്ട് സാരിയുടെ യുദ്ധത്തിൽ ഇപ്പം അയാളെ വിളിച്ചുകൊണ്ടുണ്ടു. ഇതൊന്ന് വിഷയം ചെന്നിട്ട് എല്ലാവരും പണക്ക് പറയാൻ തുടങ്ങിയപ്പോൾ ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹുവിൻ്റെ റൂമ് പോയിട്ട് എന്നിട്ട് ഉമർ റളിയല്ലാഹുവിനെ ചെന്നു, അല്ല ഉമർ ബിൻ ഖത്താബ് തങ്ങൾ അമീറുൽ മുഅ്മിനീൻ, ഇത് നിങ്ങൾ എന്താക്കിയുണ്ട്? ഖുതുബത്തിൽ നിങ്ങൾ സാരിയുടെ വിളിച്ചിട്ടുള്ളാറ്, സാരിയുടെ കുറേ നാൾ മുന്നേ നിങ്ങമേ യുദ്ധത്തിൽ കടത്തിലല്ലേ, ഇപ്പോൾ മനുഷ്യന്മാരെന്തെല്ലാം ചെന്നിട്ടുള്ളാറ് ചെന്ത്. ഉമർ റളിയല്ലാഹു അൻഹു ചെന്ത്, വല്ലാഹി യാ അബ്ദുറഹ്മാൻ ബിൻ ഔഫ്, നിങ്ങൾക്ക് ഇതിൻ്റെ അത്ഭുത കൊന്തുണ്ട്. ഞാൻ എൻ്റെ ഖുതുബ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ സാരിയുടെ നേതൃത്വത്തിൽ നടക്കുന്നതായ നഹാവന്തിൽ വെച്ച് നടക്കുന്നതായ യുദ്ധത്തെ ലൈവ് അള്ളാഹു നമുക്ക് കാണിച്ചു തന്നു. ഞാൻ നിങ്ങളെതിരിൽ ഖുതുബ ഓതിയിട്ടുണ്ടെങ്കിൽ ഞാൻ യുദ്ധം നോക്കിയിട്ടുണ്ട്. ആ യുദ്ധത്തിൽ മുസ്ലിമീങ്ങ നല്ല ശൂരതയോട് കൂടെ പോരാടിയാറ്, ശത്രുങ്ങ ഓടിയാറ്. പക്ഷേ ശത്രുങ്ങ ഓടിയതിൽ കുറേ ആൾമാർ മുസ്ലിം സൈന്യത്തെ വഞ്ചിക്കുകയായിട്ട് പിറത്ത ഭാഗത്തിൽ കൂടി ചെന്നെങ്കിൽ നഹാവന്തിലെ ആ പിറത്ത ഭാഗത്ത് വലിയൊരു പർവ്വതമുണ്ട്. ആ പർവ്വതത്തിന് മേൽ കയറിയിട്ട് മുസ്ലിം സൈന്യത്തെ മേൽ ദാലിയാക്കുള്ളതായ ഒരു സഞ്ചു കൂടിയിട്ട് പർവ്വതത്തിൻ്റെ മേൽ പറ്റിക്കൊണ്ടിരുന്നാർ. പക്ഷെ മുസ്ലിം സൈന്യത്തെ അത് ഗൊന്തിട്ടില്ല. അങ്ങനെ ആൾക്ക് പർവ്വതത്തിൽ ഈ ഭാഗത്തിൽ ഇരുന്നാർ. അപ്പായിരിക്കുന്നത് ആ ശത്രുങ്ങളെ സഞ്ചുരെ മുസ്ലിമീങ്ങോ അറിയിക്കുകയായിട്ട് ഞാൻ ആ യുദ്ധത്തെ സേനാദണ്ഡനായകനായ സാരിയരെ വിളിച്ചിട്ട് ചെന്നേ, ഓ സാരിയ അൽ ജബൽ, പർവ്വതം നോക്കുമ്പോനെ പർവ്വതത്തിൽ അതാ ശത്രുങ്ങ ദാലിയാക്കോ റെഡിയായിട്ടുള്ളാറ് എന്നിട്ട് ഞാൻ വിളിച്ചു ചെന്നേ. വാസ്തവത്തിൽ ആ സന്ദർഭത്തിൽ ഞാൻ ഖുതുബത്തിലുള്ള ചെല്ലത് ആ ഒരു സംഗതി ഞാൻ എന്താക്കി ശ്രദ്ധിച്ചില്ല. പക്ഷേ നക്കാണ്ട് ആ ചെല്ലൽ എൻ്റെ മേൽ കടമയായിട്ട് ചെന്നെങ്കിൽ അല്ലെങ്കിൽ അവിടെ എന്തു സംഭവിക്കാൻ. പണ്ട് ഉഹുദ് യുദ്ധത്തിൽ ഇതേപോലെ ശത്രുങ്ങ ഓടിയിട്ട് പിറത്ത ഭാഗത്തിൽ പർവ്വതത്തിന്മേൽ കയറിയിട്ട് ദാലിയാക്കി നാറല്ലേ. അപ്പോൾ ഈ ഒരു വിഷയം ഞാൻ ഖുതുബത്തിൽ ഉല്ലാസമുള്ള ആ ഒരു യോജി പോകാണ്ട് ഞാൻ വിളിച്ചു ചൊല്ലേണ്ട അനിവാര്യമായിട്ട് നക്ക് ചെന്നിട്ട് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചെന്നു. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു പുറത്ത് വന്നിട്ട് എല്ലാവരുടെ ചെന്നിട്ട് വിഷയം ഇങ്ങനെയായിട്ട് അങ്ങനെ സ്വഹാബത്ത് എല്ലാം വിശ്വാസം വന്ന്. പക്ഷേ അവിടെ ഇടയ്ക്ക് കുറേ ആൾമാരുള്ളാറല്ലേ. അങ്ങനെ ചെന്നാറ് ദഅു ഹാദർ റജുല ഫൈന്നഹു ദഅു ഹാദർ റജുല ഫൈന്നഹു മസ്നൂഉല്ല,
ഇത് പച്ച കട്ടുകത്തായിട്ട് ഇയാൾ ഉണ്ടാക്കില്ലേ, ഇയാൾ ഇത് ലാട്ടായിട്ട് വിട്ടേ, എന്തൊരു വിഷയം ഇത്. 1000 കിലോമീറ്റർ ദൂരത്തുള്ള നഹാബന്ദർ ഇയാളെങ്ങനെ കാണുമ്പോൾ മദീനത്തിൽ ഇത് പച്ചക്കാലം ഇതിനെ നിങ്ങൾ നമ്പിടാറല്ലേ, അങ്ങനെ ഇങ്ങനെ നിങ്ങൾ നമ്പിടാൻ നിൽക്കുമ്പോൾ അതിൽ എന്തു ചൊല്ലു ചെന്നിട്ട് ഇങ്ങനെല്ലാം മനുഷ്യന്മാരുടെ ഇടയിൽ അപ്പം പ്രചാരമാക്കുമോ തുടങ്ങിയാറ്. അപ്പോൾ മുഅ്മിനീങ്ങളായ സ്വഹാബത്തിന് അത് 100 വിശ്വാസത്തിന്. കാരണം അള്ളാഹിൻ്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെന്നതല്ല, ഇന്നല്ലാഹ ജഅലൽ ഹഖ്ക അലാ ലിസാനി ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ നാവിൽ അള്ളാഹു ഹക്കേ ചൊല്ലു പാട്ടുകൊണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെന്നത്. അപ്പോൾ അതുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു കളവ് ചെല്ലല്ല ചെല്ലത് സ്വഹാബത്തിനോ മുഅ്മിനീങ്ങോ ഉറപ്പുണ്ട്. പക്ഷേ മുനാഫിക്കിക്ക് വിശ്വാസം കുറഞ്ഞ എനിക്ക് അത് ഉറപ്പില്ല. അങ്ങനെ ചെന്നാൽ ഇത് ലാട്ടായിട്ടിക്കട്, ഇത് കളവായിട്ടിക്കട്, ഇത് കട്ടുകത്തായിട്ടിക്കട് എന്തെല്ലാം ചെന്നാൽ. അങ്ങനെ ഏതായാലും ഇത് നേരാ ചെന്നിട്ട് അറിയുള്ളതായ വ്യവസ്ഥ ഉണ്ട് എന്നിട്ടില്ല. കാണാൻ ടെലിഫോൺ ഒന്നും ഇല്ലല്ലേ, ഫോണില്ലാത്ത ടൈമല്ലേ. ഇത് അങ്ങ് വന്നിട്ടാവണം. അങ്ങനെ ഒരു 4 മുട്ടിട്ടാകുമ്പോൾ സാരിയ റളിയല്ലാഹു അൻഹ നേതൃത്വത്തിലുള്ളതായ സൈന്യം മദീനത്തിൽ എത്തിയപ്പോൾ മനുഷ്യന്മാർക്കെല്ലാം കുതൂഹലം. അങ്ങനെ സാരിയ റളിയല്ലാഹു അൻഹ വിഷയം കേട്ടപ്പോൾ സാരിയ റളിയല്ലാഹു അൻഹ ചെന്ന് ഈ വിജയത്തെ ഞങ്ങൾ നഹാവന്തിൽ പോയിട്ട് ശത്രുങ്ങളെ ഞങ്ങൾ പിന്നെ സോപ്പാട്ടിട്ട് ഞങ്ങൾ വിജയിച്ചതിൽ എല്ലാ നിലക്കുള്ള ശ്രേയസ് അത് അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് ആയിട്ടേക്കട്. ഉമർ റളിയല്ലാഹു അൻഹു ഞങ്ങൾ യുദ്ധാക്കടെ അണ്ട് മാത്ത് നന്നിട്ട് വിളിച്ചിട്ട് ഓ സാരിയ പിന്നെ പർവ്വതത്തിലേക്ക് തിരിഞ്ഞ് നോക്കുമ്പോനെ ചെന്ന് വിളിച്ചിട്ട് മാത്ത് ചെന്നില്ലണ്ടായെങ്കിൽ ശത്രു കണ്ട് ഞങ്ങളുടെ മേൽ ഹഠാത്തായിട്ട് ഞങ്ങളുടെ പിറത്ത ഭാഗത്തിൽ കൂടെ ദാലിയാക്കിയെങ്കിൽ പണ്ട് ഉഹുദ് യുദ്ധത്തിൽ സംഭവിച്ചതായ സോൽ ഞങ്ങൾക്ക് ഉണ്ടാവന്ന് ചെന്നിട്ട് ബഹുമാനപ്പെട്ട സാരി റളിയല്ലാഹു അൻഹു ആ സംഭവത്തെ എക്സ്പ്ലെയിൻ ആക്കിയിട്ട് ഉമർ റളിയല്ലാഹു അൻഹു ആ ചെന്ന് വിളിച്ച വിളി ഞങ്ങൾക്ക് കേട്ട് ചെന്നിട്ട് ഒന്നും കൂടി സാരി റളിയല്ലാഹു അൻഹു ആ വിഷയത്തെ പൂർണ്ണമായിട്ട് ഒപ്പിക്കൊണ്ടെത്തു. അപ്പോൾ അത്രയും വലിയ അത്ഭുതമായൊരു പിന്നെ ഒരു കറാമത്ത് കാണിച്ച് മഹാനായിരിക്കും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഉമർ റളിയല്ലാഹു അൻഹു 1000 കിലോമീറ്റർ ദൂരത്തുള്ളതിനെ ലൈവായിട്ട് കണ്ടെത്തി അതിനെ പിന്നെ ബഹുമാനപ്പെട്ട സാരി റളിയല്ലാഹു അൻഹു മദീനത്ത് വിളിച്ചതായ വിളിയുടെ നഹാവന്തിൽ വെച്ചിട്ട് കേട്ടിട്ട് ചിലത് വലിയ അത്ഭുതമായിട്ട്. അപ്പോൾ ഇതെല്ലാം വിശ്വാസം ഉൾക്കൊള്ളവും ഞങ്ങൾക്ക് ഈമാൻ ഉറച്ചിട്ട് വേണ്ടിട്ട് മാത്രം. ഇന്നും ചില മനുഷ്യന്മാർ അള്ളാഹുരെ മഹാന്മാരെ ഔലിയാക്കന്മാരെ കറാമത്തിൽ നിഷേധിക്കാറ്. അങ്ങക്ക് പിന്നെ ഉള്ളതായ കുഫാറുകളായ സയൻസിസ്റ്റുമാർ പിന്നെ മൊബൈലിൽ പിടിച്ചിട്ട് പിന്നെ അമേരിക്കത്തിലും ലണ്ടനിലും നടക്കുന്നതായ ലൈവുകളെല്ലാം കാണുമ്പോൾ അത് ഞങ്ങൾക്ക് വിശ്വസിക്കാൻ അനിവാര്യമായിരിക്കും. പക്ഷേ അള്ളാഹുടെ ഔലിയാക്കന്മാർ അള്ളാഹു കൊടുത്ത ശക്തി കൊണ്ട് എന്തെങ്കിലും അത്ഭുതം കാണിച്ചാൽ ചൊല്ലുമ്പോൾ അതിൽ വിശ്വസിക്കാൻ അങ്ങനെ അടിയിക്കില്ല. അത് ഈമാൻ്റെ കുറത്തായിട്ടിക്കത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾക്ക് ഹിദായത്ത് കൊടുക്കട്ടെ. നാളെ ഈമാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല ജാസ്തിയാക്കി തരട്ടെ. നാളെ എല്ലാ വ്യവഹാരത്തിലും നാളെ എല്ലാ ബാനത്തിലും എല്ലാം അള്ളാഹു നമുക്ക് ബർക്കത്ത് ചെയ്യട്ടെ. സകല ആഫത്തും മുസീബത്തൊട്ട് അള്ളാഹു നാളെ കുടുംബത്തെയും കാത്തുരക്ഷിക്കട്ടെ. ആമീൻ. ബിഫദ്ലി സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം.